ഹായ്, റോസപ്പൂവ് ഇതുപോലെ വിരിയാൻ ആഗ്രഹിച്ചിട്ടില്ലേ നമ്മൾ എപ്പോഴും നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുക, അല്ലെങ്കിൽ നമ്മൾ കൊമ്പ് കുത്തുക. അപ്പോൾ ഇത് നോക്കിയേ, കണ്ടോ, നമ്മുടെ പുതിയ പുതിയ ഇലകൾ നമ്മുടെ നഴ്സറിയിൽ നിന്ന് വന്നിട്ട് മാറ്റി വെച്ചപ്പോൾ ഉണ്ടായതാണ് ഈ റോസപ്പൂവ്. ഇത് പുതിയത് വിരിഞ്ഞതാണ്, നമ്മൾ മാറ്റി നട്ടിട്ട്. അപ്പോൾ ഇതുപോലെ കേടില്ലാണ്ട് ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ കുരുടിപ്പ്, മുട്ടുകൾ ശരിക്കും വിരിയില്ല. ഇതൊരു വെൽവെറ്റ് റോസാണ് കേട്ടോ. അപ്പോൾ നല്ല കുറേ നാൾ നിൽക്കും. അതായത് ഇപ്പോൾ ഇതിൽ 7 ദിവസമായി ഇത് വിരിഞ്ഞിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ റോസപ്പൂവും മുട്ടുകളും കേടുകൂടാതെ വിരിയാനും അതുപോലെ തന്നെ പുതിയ പുതിയ ഇലകൾ വരാനും നമ്മൾ എന്തൊക്കെ വളങ്ങളാണ് ചെയ്യണത്? ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊരു ക്ലൈംബിങ് റോസാണ് കേട്ടത്. അപ്പോൾ അത് വേര് നമ്മുടെ ഒരു മദർ പ്ലാന്റിൽ നിന്ന് പിടിപ്പിച്ചിട്ടുള്ള, അതുകൊണ്ടാണ് ഇതൊരു മുട്ടൊക്കെ നിൽക്കണം. ഇനി ഇത് കൊലകൊലയായിട്ടാണ് ഇത് ശരിക്കും ഉണ്ടാവും. അപ്പോൾ നമ്മളിതിൻ്റെ റിലേറ്റഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കാണുക കേട്ടോ. റോസാപ്പൂ ഇഷ്ടമില്ലാത്തവരാരുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുവിധം എല്ലാവർക്കും ഇതിന് ഭയങ്കര ഒരു ഇഷ്ടമാണ് റോസാപ്പൂ. ഇപ്പോൾ നാടൻ റോസുകളൊക്കെ ആണെങ്കിൽ നമുക്ക് കമ്പ് കുത്തി പിടിപ്പിക്കാം, വേര് പെട്ടെന്ന് പിടിച്ച് കിട്ടും. ഏത് സമയത്തും നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ് നാടൻ റോസുകൾ. അപ്പോൾ നമ്മൾ അതിൻ്റെയും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് കേട്ടോ. ഓക്കെ.